ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് DPT വാക്സിനാണ്. ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം എടുത്തു ഇതൊന്ന് പഠിക്കാനായിട്ട് മൈൻഡ് സെറ്റാക്കി വരാൻ. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ഡിഫ്തീരിയ ടോക്സിൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ ടോക്സിനാണ് ഇവിടെ വാക്സിനായിട്ട് എടുക്കുന്നത്. ഈ സാധനം ഫോർമാലിനിലിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡിലോട്ട് അഡ്സോർബ് ചെയ്യും. ഇങ്ങനെയാണ് ഈ വാക്സിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വാക്സിനകത്ത് 20 to 30 ലിമിറ്റ് ഓഫ് ഫ്ലോക്കുലേഷൻ ഡിഫ്തീരിയ ടോക്സോയിഡ്, 5 to 25 ലിമിറ്റ് ഓഫ് ഫ്ലോക്കുലേഷൻ ടെറ്റനസ് ടോക്സോയിഡ്, പിന്നെ ഹോൾസെൽ പെർട്ടുസിസിൻ്റെ ഗ്രേറ്റർ ദാൻ 4 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. ഇത്രയാണ് ഈ വാക്സിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എഫിക്കസിയെ പറ്റി പറയാം. ഈ ഡിഫ്തീരിയ ടോക്സോയിഡും ടെറ്റനസ് ടോക്സോയിഡും 95 to 100% സാറ്റിസ്ഫാക്ടറി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് പെർട്ടുസിസ് എന്ന് പറയുന്നത് 70 to 90% ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഉണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ആണെങ്കിലും ഒരു 6 to 12 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കിനും വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഓൾറെഡി ഈ കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ എന്തെങ്കിലും ജേംസ് സ്കിന്നിലോ നെയ്സോഫാരിങ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വാക്സിനേഷൻ കൊണ്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 6 to 12 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കിനും ഈ പെർട്ടുസിസ് ഒക്കെ വെയിനായി പോകുന്നു. അതുകൊണ്ട് നമ്മൾ ബൂസ്റ്റർ ഡോസസ് എടുക്കണം. ബൂസ്റ്റർ ഡോസസ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റിബോഡി ടൈറ്റർ, പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ടൈറ്റർ 0.1 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ടു പ്രൊട്ടക്ട് ഫ്രം ഡിസീസ് ഇൻ ദി ഫസ്റ്റ് ഡീക്കേഡ് ഓഫ് ലൈഫ്. ഫസ്റ്റ് ഡീക്കേഡ് ഓഫ് ലൈഫിൽ ഡിസീസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബൂസ്റ്റർ ഡോസ് എടുക്കണം. അതുപോലെ പെർട്ടുസിസ് ആണെങ്കിൽ ഈ അഡോളസൻസിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസസ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡോസ് എന്ന് പറയുമ്പം 0.5 ml ഇൻട്രാമസ്കുലർലി ആണ് നമ്മളിത് കൊടുക്കുന്നത്. ആൻഡ്രോലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് മിഡ്തൈലാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഗ്ലൂട്ടിയൽ റീജിയനിൽ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം റെസ്പോൺസ് കുറവാണ്. അതേപോലെ സയാറ്റിക് നെർവ് ഇഞ്ചുറിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂട്ടിയൽ റീജിയനിൽ ഇത് കൊടുക്കാത്തത്. പിന്നെ അക്കോർഡിംഗ് ടു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ നമ്മൾ 6 and 14 വീക്സിലും നമ്മൾ ഈ ഡിഫ്തീരിയ ടെറ്റനസ് ഹോൾസെൽ പെർട്ടുസിസ് വാക്സിൻ കൊടുക്കും. അതുപോലെ ബൂസ്റ്റർ അറ്റ് 15 to 18 months, പിന്നെ 5 ഇയേഴ്സിൽ ഒരു ബൂസ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് 10 ഇയറിൽ നമുക്ക് ഈ TDAP എടുക്കാം, അതായത് റെഡ്യൂസ്ഡ് ആൻറ്റിജൻ അസെല്ലുലർ പെർട്ടുസിസ് വാക്സിൻ. 5 ഇയേഴ്സിൽ TDAP എടുക്കാം, 16 ഇയേഴ്സിൽ TD എടുക്കാം, അതായത് റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ. ഇത്രയാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ അനുസരിച്ച് പോകുമ്പോൾ. IAP ആണെങ്കിൽ 6 and 14 വീക്സിൽ നമുക്ക് ഹോൾസെൽ പെർട്ടുസിസ് ഉള്ളത് എടുക്കാം. ബൂസ്റ്ററായിട്ട് നമുക്ക് ഹോൾസെൽ പെർട്ടുസിസ് ഉള്ളത് അല്ലെങ്കിൽ DTAP എടുക്കാം, അസെല്ലുലർ പെർട്ടുസിസ് ഉള്ളത്. പിന്നെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ 10 to 12 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് TDAP എടുക്കാം, അസെല്ലുലർ പെർട്ടുസിസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ. പിന്നെ എല്ലാ 10 ഇയേഴ്സും നമ്മൾ ഈ TD എടുക്കണം, റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ എല്ലാ 10 ഇയേഴ്സിലും എടുക്കണം എന്നാണ് IAP പറയുന്നത്. അതുപോലെ ക്യാച്ചപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 7 ഇയേഴ്സിലാണെങ്കിൽ നമുക്ക് ഹോൾസെൽ പെർട്ടുസിസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ല നമ്മൾ അസെല്ലുലർ പെർട്ടുസിസ് ആണെങ്കിൽ 0, 1 and 6 months കൊടുക്കാം. ഇനി 7 to 10 ഇയേഴ്സിലാണ് നമ്മൾ ക്യാച്ചപ്പ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് TDAP ആണ്, അസെല്ലുലർ പെർട്ടുസിസ് ആണ് നമ്മൾ 0 months കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതായത് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് 1 and 6 months TD വേണം കൊടുക്കാൻ. ഇനി ഗ്രേറ്റർ ദാൻ 11 ഇയേഴ്സ് ആണെങ്കിൽ ഒരു ഡോസ് TDAP കൊടുക്കണം, പിന്നെ എല്ലാ 10 വർഷവും ഒരു ഡോസ് TD കൊടുക്കണം. TDAP എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആൻറ്റിജൻ അസെല്ലുലർ പെർട്ടുസിസ് വാക്സിൻ ആൻഡ് TD ഈസ് റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ. ഒന്നുകൂടെ ഞാൻ പറയാം, NIS വെച്ച് 6 and 14 വീക്സ്, IAP 6 and 14 വീക്സ്. ഈ NISൽ എല്ലാം നമ്മൾ ഡിഫ്തീരിയ പെർട്ടുസിസ് ഹോൾസെൽ ഡിഫ്തീരിയ ടെറ്റനസ് ഹോൾസെൽ പെർട്ടുസിസ് ആണ് ഇത് ചെയ്യുന്നത്. അതേസമയം IAPയിൽ നമ്മൾ 6 and 14 വീക്സിൽ ഹോൾസെൽ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ബൂസ്റ്ററായിട്ട് അസെല്ലുലർ ഓർ ഹോൾസെല്ലിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ
NIS വെച്ച് നമ്മൾ 10 ഇയേഴ്സിൽ TDAP ആണ് കൊടുക്കുന്നതെങ്കിൽ IAP വെച്ച് 10 to 12 ഇയേഴ്സിൽ നമുക്ക് TDAPും കൊടുക്കാം TDയും കൊടുക്കാം. NIS വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ 16 ഇയേഴ്സിലാണ് ഒരു TDയും കൂടെ കൊടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതേസമയം IAP ആണെങ്കിൽ 10 to 12 ഇയേഴ്സിൽ TDAP ഓർ TD കൊടുത്തിട്ട് എവറി 10 ഇയേഴ്സ് നമ്മൾ TD കൊടുക്കണം. ക്യാച്ചപ്പ് എങ്ങനെയാണ്? ലെസ് ദാൻ 7 ഇയർ ഉള്ള കുട്ടിക്കാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പർച്ചേസസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അസെല്ലുലർ പർച്ചേസസ് ആണ് കൊടുക്കുന്നതെങ്കിൽ 0, 1 and 6 മന്ത്സിൽ അത് കൊടുക്കണം. 7 to 10 ഇയേഴ്സിലാണെങ്കിൽ അസെല്ലുലർ പർച്ചേസസേ കൊടുക്കാവൂ, ഹോൾസെയിൽ പർച്ചേസസ് കൊടുക്കാൻ പാടില്ല. 0 മന്ത്സിൽ അസെല്ലുലർ പർച്ചേസസിന് വാക്സിൻ കൊടുക്കണം, പിന്നെ 1 and 6 മന്ത്സിൽ TD കൊടുക്കണം. ഇനി ഗ്രേറ്റർ ദാൻ 11 ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ഡോസ് അസെല്ലുലർ പർച്ചേസസ് കൊടുക്കണം. പിന്നെ നേരത്തെ 7 to 10 ആണെങ്കിൽ 1 and 6 മന്ത്സിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എവറി 10 ഇയേഴ്സ് ഒരു ഡോസ് TD കൊടുത്താൽ മതിയാവും. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്? ലോക്കൽ പെയിന്, സ്വെല്ലിങ്, ഫീവർ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ മെയിൻലി ആ ഒരു പെർട്ടുസിസിൻ്റെ കമ്പോണൻറ്റ് കാണാനാണ് ഉണ്ടാവുന്നത്. പിന്നെ ഹൈപ്പോട്ടോണിക്, ഹൈപ്പോ റെസ്പോൺസ് എപ്പിസോഡ്സ് ഉണ്ടാവാം, ഇൻകൺസോളബിൾ ക്രൈ ഉണ്ടാവാം. അത് ഒരു ഗ്രേറ്റർ ദാൻ 72 hours ഒക്കെ കൊച്ച് കരയുമായിരിക്കും. പിന്നെ ഫീവർ ഗ്രേറ്റർ ദാൻ 40.5 degrees Celsius, സീഷേഴ്സ്, എൻകെഫലോപ്പതി, ഇങ്ങനെ പല അഡ്വേഴ്സ് എഫക്ട്സും ഈ സാധനം കാരണം ഉണ്ടാവാം. ഇപ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസീസ് ലൈക്ക് അൽഷൈമേഴ്സ്, പാർക്കിൻസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ALS അങ്ങനെയുള്ള ഡിസീസ് എന്തെങ്കിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ള ആളാണെങ്കിൽ വി ഹാവ് ടു ഗിവ് ഡിഫ്തീരിയ ടെറ്റനസ് ഓർ റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ. പിന്നെ അനഫൈലാക്സിസ് ഉണ്ടെങ്കിൽ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഫസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ. പിന്നെ എൻസെഫലോപ്പതി വിത്തിൻ 7 days ഓഫ് പ്രീവിയസ് ഡോസ്, അതായത് നേരത്തെ ഡോസ് എടുത്ത് കഴിഞ്ഞ് ഒരു 7 daysനുള്ളിൽ കുട്ടിക്ക് എൻസെഫലോപ്പതി വന്നിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഗിവ് ദിസ് സെയിം വാക്സിൻ അഗൈൻ. പിന്നെ സ്റ്റേബിൾ ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ള ലൈക്ക് ഡെവലപ്മെൻറ്റൽ ഡിലേ, സെറിബ്രൽ പാൽസി, ഇഡിയോപ്പത്തിക് എപ്പിലെപ്സി ഒക്കെ ഉള്ള കുട്ടികളിലാണെങ്കിൽ ദേ ക്യാൻ റിസീവ് വാക്സിൻ. അവർക്ക് വാക്സിൻ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വാക്സിൻ കൊടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ മനസ്സിൽ വെച്ചേക്കുന്നത്? പ്രീവിയസ് ഡോസ് കൊടുത്ത സമയത്ത് 2 ദിവസത്തിനുള്ളിൽ ഫീവർ വന്നിട്ടുണ്ടോ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 40.5 degrees Celsius. പിന്നെ അതായത് 100 ഫാരൻഹീറ്റിൽ മേളിലായിട്ട് ഫീവർ വന്നിട്ടുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിനുള്ളിൽ ഇതേപോലെ ഒരു ഹൈപ്പോട്ടോണിക്, ഹൈപ്പോ റെസ്പോൺസീവ് എപ്പിസോഡ് വന്നിട്ടുണ്ടോ. ഗ്രേറ്റർ ദാൻ 3 years ഇൻകൺസോളബിൾ ക്രൈ വന്നിട്ടുണ്ടോ ഇൻ ലെസ് ദാൻ 48 hours. പിന്നെ 3 ദിവസത്തിനുള്ളിൽ സീഷർ അടിച്ചിട്ടുണ്ടോ. അപ്പോൾ സീഷറായിട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മളെപ്പോഴും വാക്സിനേഷൻ ഹിസ്റ്ററി ചോദിക്കണം. കാരണം മീസിൽസിൻ്റെ ആണെങ്കിൽ ഇതേപോലെ സീഷർ അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റോറേജ് എന്ന് പറയുമ്പം 2 to 8 degrees Celsius ആണ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ 5 ഡോസസിന് ശേഷം അല്ലെങ്കിൽ ബിയോണ്ട് 7 years ഓഫ് ഏജ് ഈ ഒരു ഡിഫ്തീരിയ, ടെറ്റനസ്, ഹോൾസെയിൽ പെർട്ടുസിസ് വാക്സിൻ യൂസ് ചെയ്യുന്നത്? കാരണം ഈ അഡ്വേഴ്സ് ഇഫക്ട്സിൻ്റെ ഇൻസിഡൻസ് നമ്പർ ഓഫ് ഡോസസ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. ഓരോ ഡോസ് കൊടുക്കും തോറും ഓരോ അഡ്വേഴ്സ് എഫക്റ്റായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം 5 ഡോസസ് അല്ലെങ്കിൽ 7 years ഓഫ് ഏജ് വരെ നമ്മൾ ഈ ഹോൾസെയിൽ പർച്ചേസസ് ഉള്ള വാക്സിൻ കൊടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 വയസ്സ് വരെ നമുക്ക് ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ് ഉള്ള വാക്സിൻ കൊടുക്കാം. അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആൻറ്റിജൻ ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ് വാക്സിൻ കൊടുക്കാം ഗ്രേറ്റർ ദാൻ 7 years ആണെങ്കിൽ. ഇപ്പം ഇതാണ് ഫസ്റ്റ് നമുക്ക് ഡിഫ്തീരിയനെ പറ്റി പറയാനുള്ളത്, DPT വാക്സിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ബാക്കി 2 വാക്സിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലിടാം. ഓക്കെ, ബൈ.